الحمد على نعمة القرآن، ولك الحمد على نعمة الأموال، ولك الحمد على نعمة الأزواج، ولك الحمد على نعمة الأولاد، ولك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. اللهم لك الحمد في الخير والشر، وفي الرحمة والزحمة، وفي النعمة والنقمة، وفي البلاء والسعادة، وفي العسر واليسر، وفي السعادة والشقاوة، وفي الصحة والمرض، وفي الليل والنهار، وفي العسر واليسر. اللهم صل على محمد وعلى آل محمد وعلى رسولك نبينا ومرشدنا ومعشوقنا ومجتبانا ومصطفانا وقرة أعيننا وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. صدق الله العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാം ഏവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നവംബർ 14 ശിശു ദിനമായി ആചരിക്കുകയാണ്. നമ്മൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ശിശുദിന, ഈ ദിനവും ഈ കഥയും തമ്മിൽ, കഥയിലെ ഈ പരാമർശം, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പരാമർശവും തമ്മിൽ യാദൃച്ഛികമായി അഭേദ്യമായ ബന്ധമുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലേക്ക് ഓടിപ്പോവുകയാണ്. ഫിർഔൻ തന്നെ കൊല്ലുമെന്നും എന്ന് മദിയനിലേക്ക് രക്ഷപ്പെടുകയാണ്. താൻ അകാരണ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച ഒരു കൈപ്പിഴ ഒരാളുടെ കൊലപാതകത്തിൽ അവസാനിച്ചു. അതിൽ അള്ളാഹുവോട് പശ്ചാത്തപിച്ചുകൊണ്ടുള്ള യാത്രയാണ്. മദിയനിലെത്തി ഒരു രക്ഷയില്ല, അവിടെ പരിചയമുള്ള ആരുമില്ല. അങ്ങനെ ഏതാനും 2 പെൺകുട്ടികൾ തങ്ങളുടെ ആടുകളുമായി മാറി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികൾ അടുത്ത് ചെന്നിട്ട് എന്താണ് നിങ്ങൾ മാറി നിൽക്കുന്നത്, നിങ്ങൾ എന്താ കൊടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല, അവിടെ വലിയ ആളുകൾ, ആണുങ്ങളാണ് അവര്, ഞങ്ങൾക്ക് അവരോട് മല്ലിടാനുള്ള ശക്തിയില്ല, അവർ കഴിവുള്ളവർ നേരത്തെ ആടിനെ കുടിപ്പിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആരില്ലെന്ന് ചോദിച്ചപ്പോൾ വാപ്പയുണ്ട്, അദ്ദേഹം വൃദ്ധനാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ ഇടപെട്ടു. അങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൽക്കർമ്മം ചെയ്തതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫസഖാ ലഹുമാ ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. അല്ലാഹുവേ, ഇപ്പോൾ ഞാൻ ഈ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നീ എന്തെങ്കിലും എനിക്ക് ഇറക്കി തന്നാൽ ഞാനത് ആവശ്യമുള്ളവനാണ്, ഞാൻ ഫഖീറാണ് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കവേ ലജ്ജാവതിയായി, ആ പ്രയോഗം അണ്ടർലൈൻ ചെയ്യണം, വളരെ ലജ്ജാവതിയായി ആ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി മൂസ വീട്ടിൽ ചെന്നു, കഥകൾ പറഞ്ഞു, അങ്ങനെ തിരിച്ചു വരണം. വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത കർമ്മത്തിന് പ്രതിഫലം തരാൻ. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. അങ്ങനെ അവിടെ ചെന്നു ആ വാപ്പയോട്, അപ്പോൾ വാപ്പ പ്രവാചകനാണെന്നൊന്നും അറിയില്ല, ശുഐബ് നബിയാണെന്ന് അറിയില്ല. ആ വാപ്പയോട് പറഞ്ഞു, തന്നെ കുറിച്ച് പറഞ്ഞു, താൻ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു, നാടിനെ കുറിച്ച് പറഞ്ഞു, ആ രാഷ്ട്രത്തിലെ നായകനെ കുറിച്ച് പറഞ്ഞു, അയാളുടെ ദുർചെയ്തികളൊക്കെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ലാ തഖഫ്, നീ പേടിക്കൊന്നും വേണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, എന്തായാലും അക്രമികളുടെ കയ്യിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ.
ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിറു. അപ്പോൾ ആ മോള് പറഞ്ഞു, വാപ്പ നമുക്ക് ഇയാളെ കൂലിക്കാരനായി, വീട്ടിലെ പണിയെടുപ്പുകാരനായിട്ട് ഇയാളെ നമുക്ക് എടുത്താലോ. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ഇയാളുടെ രണ്ട് ഗുണം ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, നല്ല ശക്തിയുള്ള ശരീരം ഇയാൾക്കുണ്ട്. രണ്ട്, വിശ്വസ്തനാണ്. കാരണം ഞങ്ങളെ ഉപദ്രവിച്ചില്ല, അയാളുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളെ കീഴ്പ്പെടുത്തിയില്ല, വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ബനതയ്യ ഹാതൈൻ അലാ അൻ തഅ്ജുറനി 8 ഹിജസ്. വാപ്പ പറഞ്ഞ മറുപടി ഇതാണ്, താങ്കൾക്ക് ഈ 2 പെൺമക്കളിൽ ഒരാളെ കല്യാണം കഴിച്ചു തരാം, 8 വർഷം ഇവിടെ ജോലിയെടുക്കണം. ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദി. ഇനി നിനക്ക് 10 വർഷം പൂർത്തിയായി ജോലിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. വമാ ഉരീദു അൻ അശുഖ അലൈക. അതിന്റെ പേരിൽ 2 വർഷം കൂടി ബാക്കിയുണ്ട് എന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തൊന്നുമില്ല, നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹിൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ വളരെ നല്ല മനുഷ്യനായി, നന്നായി ഇടപെടുന്ന വ്യക്തിയായി നിനക്ക് എന്നെ കാണാൻ സാധിക്കും. ഖാല. അപ്പോൾ ഈ യുവാവ് മൂസ പറഞ്ഞു, ദാലിക ബൈനി വ ബൈനക. ശരി, എങ്കിൽ ഇത് എനിക്കും, കാരണം എനിക്ക് ആരുമില്ല, വേറൊരു പരിചയക്കാരില്ല, അപ്പൊ ഈ വീട്ടിൽ ജോലി ചെയ്യാം. ജോലി ചെയ്ത് തോട്ടത്തിൽ പണിയെടുത്ത് അങ്ങനെ 8 വർഷം കൂലിയൊന്നുമില്ലാതെ പണിയെടുക്കുക. അതാണ് മഹർ. ഇതും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ഇസ്ലാമിലെ മഹർ ഇതാണ്. മകളെ തരണമെങ്കിൽ 8 വർഷം ജോലി ചെയ്യണം, ഒരു കൂലിയും തരാതെ. അത്ര വിലയാണ് ഇസ്ലാമിൽ പെണ്ണിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഭാര്യയുടെ വില 4 പവനാണ്. താലി ഊരിയിട്ട് കൊടുക്കും മഹറിന്റെ സമയത്ത്, മാല മാറ്റി വെക്കും. ഭയങ്കര മോഷണമാണ് അവിടെ നടത്തുന്നത്. ഇത് ഇതായിട്ട് വരിക പുതിയപ്പള. അവിടെ സ്റ്റേജിനവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ പാടുപെട്ട് അത് വേർപ്പെടുത്തിയിട്ട് ഇത് കൊടുക്കും. കാരണം നാളെ തൊലാക്ക് നടന്നാൽ ഇതല്ലേ പോകുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്ര ലജ്ജാകരമാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ ഉസ്താദന്മാർ പഠിപ്പിച്ചതാണ്, ഇതൊക്കെ പണ്ഡിതന്മാരുടെ നേതൃത്വം കൊടുക്കുന്നത്. ഒരു പണ്ഡിതനും ഇത് മോശമെന്ന് പറയുന്നില്ല. അതൊക്കെ ചില ഹിക്കുമത്തുണ്ടെന്ന് ഒരു ഉസ്താദിനോട് ഞാൻ ചോദിച്ചു. സ്റ്റേജിനോട് ഊരുമേനെ എന്തിനും ഉസ്താദ് ഊരുന്നത്, അതിലൊക്കെ ചില ഹിക്കുമത്തുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ഹിക്കുമത്ത്? തൊലാക്കേണ്ടി കഴിഞ്ഞാൽ മഹർ പോകുമല്ലോ, അപ്പൊ ഇത് മാത്രമേ പോകുള്ളൂ. ഈ അർത്ഥത്തിൽ ആണ് ഉള്ളത്. 8 വർഷം, അതാണ് മഹർ. 8 വർഷത്തെ അധ്വാനമാണ് മഹർ. ഞാൻ ചിലപ്പോൾ 8 വർഷം, ചിലപ്പോൾ 10 വർഷം പൂർത്തീകരിച്ചിരിക്കാം. ഏത് കരാർ പൂർത്തിയാക്കിയാലും എന്നെ താങ്കൾ എന്നോട് വെറുപ്പൊന്നും തോന്നരുത്, എന്നെ ശത്രുവായി കാണരുത്. അല്ലാഹു അലാ മാ നഖൂൽ വക്കീൽ. ഞാൻ ഈ പറഞ്ഞതിൽ അല്ലാഹു വക്കീലാണ്. അവിടെ വേറെ രേഖയൊന്നുമില്ല, അല്ലാഹു ആണ് വക്കീൽ. ശരി, ഇതിൽ ഒരു ഉപ്പയും മകളും, ആ മക്കളുടെ സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിശുദിനത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മക്കളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇസ്തിഹ്യാ എന്ന് പറഞ്ഞപ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അഥവാ ലജ്ജ എന്നത് നഷ്ടപ്പെട്ട ഒരു കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തീരെ ലജ്ജയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രധാരണം തന്നെ അങ്ങനെയാണ്. പണ്ട് പെൺകുട്ടികൾ വലുതാകുമ്പോൾ തന്റെ വസ്ത്രം പൊതിയാൻ ശ്രദ്ധിച്ചിരുന്നു അവർ. മറ്റു പുരുഷന്മാർ വരുമ്പോൾ തലയിൽ തട്ടമിടാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഷാൾ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ ഷാൾ പോലില്ലാത്ത ചുരിദാറിന്റെ ലോകത്ത്, ജീൻസിന്റെ ലോകത്ത്, ജീൻസ് ഇടുന്ന പെണ്ണുങ്ങൾ അതാണെന്നൊരു ഡ്രസ്സാണെന്നൊരു കാരണവർ പറഞ്ഞതിന്റെ പേരിൽ ആ പാവത്തെ ബത്സിക്കാത്തതായിട്ടൊന്നുമില്ല. തുണി മടക്കി കുത്തിയിട്ട് കുറെ പെൺകുട്ടികൾ അതിനെതിരെ പ്രതിഷേധിച്ചു, ഇതുപോലെ കേരളീയ ഡ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു കാര്യം. ലജ്ജ. ഒരു കുട്ടിയെ ഒരാൾ ഉപദേശിക്കാണ്, നീ ഇങ്ങനെ ആയാൽ ഒന്നുകൂടി സ്മാർട്ട് ആവണം, ഒന്നുകൂടി ആക്റ്റീവ് ആകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. റസൂല് അയാളുടെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, മേലിൽ ഇങ്ങനെ ഉപദേശിക്കരുത്. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഏതൊരു കുട്ടിയിലും ലജ്ജ ഉണ്ടെങ്കിൽ അത് ഹൈറ വരുത്തു, ലജ്ജ ഒരിക്കലും തിന്മ വരുത്തില്ല. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ മക്കളിൽ അങ്ങനെ ലജ്ജയുള്ള കുട്ടികൾ ഉണ്ടാവും. ചില കുട്ടികൾ, ആ ലജ്ജയുള്ള കുട്ടികളെ നിങ്ങൾ പ്രത്യേക റെസ്പെക്ട്, അവർ ഈമാനുള്ളവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വളരെ ഗുരുതരമായി ഈ ഖുർആനിന്റെ ഈ അധ്യായത്തിന്റെ ആമുഖത്തിൽ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഫിർഔൻ ചെയ്ത അപകടകരമായ ഒരു പ്രവൃത്തി, ചെറിയ കുട്ടികളെ
കൊന്നുകളയുക എന്നതാണ്. യുദബ്ബിഹു അബ്നാഅഹും, കുട്ടികളെ കൊല്ലുക. ഈ ഒരു കൊലപാതകം ഇന്ന് സർക്കാർ നടത്തുന്നു എന്നതാണ്. ആ സർക്കാർ തന്നെയാണ്, ആ സർക്കാരിന്റെ പിന്മുറക്കാരാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, 10-60 പെണ്ണുങ്ങളെ വന്ധ്യംകരണ ശസ്ത്രക്രിയ. കാരണം ഇനി പ്രസവിക്കാൻ പാടില്ല. കാരണം ഞങ്ങളാണ് നോക്കണം, അല്ലെന്നല്ല ദുനിയാവ് പരിപാലിക്കണത്, അല്ലെന്നല്ല ഈ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണത്. ഇത് ഞങ്ങൾ സർക്കാർ, ഞങ്ങൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കും കൂടി ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കുന്നു തോന്നും ഇവരുടെ പ്രവർത്തനം കണ്ടാൽ. വന്ധ്യംകരണ ശസ്ത്രക്രിയ ഒരു സർക്കാർ പ്രഖ്യാപിച്ചത് നാനോ കാറാണ്. ഒരു കാർ കിട്ടുമെന്ന് പറഞ്ഞപ്പോ പോകാൻ തുടങ്ങി. അതുപോലെ ചെറിയ 2000 രൂപയുടെ എന്തെങ്കിലുമൊക്കെ ബെഡ്, ഇതൊക്കെ ഓഫർ പറയണം. അപ്പൊ ഈ പെണ്ണുങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, വീട്ടുപകരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്യണം. വളരെ ഗുരുതരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഇദൽ മൗഊദത്തു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ട കൊല്ലപ്പെട്ട കുട്ടികൾ അല്ലാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടും. എന്തിനാണ് മക്കളെ ഈ ഭ്രൂണഹത്യക്ക് നിങ്ങൾ വിധേയമായതെന്ന് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ ഇത്തരം സർക്കാരുകൾ എന്തുകൊണ്ട് സംഭവിച്ചു? നെഹ്റുവിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രപിതാവൊക്കെ പറഞ്ഞത് ഈ രാജ്യത്തെ രാമരാജ്യം വരണമെന്ന് രാഷ്ട്രപിതാവ് പറയാൻ കാരണം എന്താ? രാമന്റെ രാജ്യം ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ പോകണമെന്ന അർത്ഥത്തിലല്ല. ഇവിടെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ മൂല്യത്തിന്റെ ധർമ്മത്തിന്റെ ഒക്കെ ഒരു തണലുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവണമെന്നാണ്. ശുദ്ധമായ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധമായ ഭൗതികത, അവിടെയാണ് ഈ മദ്യം, അത് മദിരാക്ഷി, ഇത്തരം വൃത്തികെട്ട സംസ്കാരങ്ങളൊക്കെ വരുന്നത്. കാരണം അവിടെ ദൈവമില്ല, അവിടെ മതമില്ല, അവിടെ മൂല്യമില്ല, അവിടെ ധർമ്മമില്ല. തങ്ങൾക്ക് തോന്നുന്നതാണ് ശരി എന്ന അടിസ്ഥാന ഒരു തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം. 13ഓളം ഉമ്മമാർ കൊല ചെയ്യപ്പെട്ടു വന്ധ്യംകരണ ശസ്ത്രക്രിയയിലൂടെ. ഇനിയും ബാക്കിയുള്ളവർ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആ കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞാനല്ല, കാരണം ഗവൺമെന്റ് കൊടുത്ത മരുന്നാണെന്നാണ്. വിഡ്രഗ് എന്നാണ് മരുന്നിന്റെ പേര് തന്നെ. വിഡ്രഗ് എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കറിയാം. അഥവാ ഇത്തരം സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുകയല്ല. ഡോക്ടർ ഇക്ബാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടായിരുന്നു. ആളുകളെ രക്ഷപ്പെടുത്തുകയല്ല, ഇത്തരം മരുന്ന് വിപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഗുരുതരമായ കളികളുണ്ട്. മരുന്നുകൾക്കൊക്കെ ചെറിയ നിസ്സാര സംഖ്യക്ക് ലഭിക്കുന്ന മരുന്നുകൾ ഇഷ്ടമുള്ള വില ഇട്ടുകൊണ്ട് ആണ് ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ അർത്ഥത്തിൽ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇവിടെ ഈ അർത്ഥത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് കൊച്ചുകുട്ടികൾ. ഇനി രാജ്യത്ത് 24% കുട്ടികൾ ലോകത്ത് 24% കുട്ടികൾ ബാലവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാഭ്യാസമില്ലാത്ത, ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്ത 3,14,000 കുട്ടികൾ ബോംബെ നഗരത്തിലുള്ളത്. 3,14,000 കുട്ടികൾ അലഞ്ഞു നടക്കണം. 8%, ലോകത്ത് 8% കുട്ടികൾ അലഞ്ഞു നടക്കണം തെരുവിൽ. വിദ്യാഭ്യാസമില്ലാത്ത, പഠിക്കാൻ. അങ്ങനെയാണല്ലോ കേരളത്തിലേക്ക് ഇവിടുത്തെ അനാഥാലയങ്ങൾ തേടി ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ള പാവപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അന്നം കിട്ടാത്ത കുട്ടികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻസിനെ തടഞ്ഞു. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞു. ചാനലുകൾ, മുത്തശ്ശി പത്രങ്ങളൊക്കെ പറഞ്ഞു ഭീകരവാദം പഠിപ്പിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യാന്ന്. ആ പൊന്നു മക്കളൊക്കെ തിരിച്ചയച്ചു. സാംസ്കാരിക കേരളം കൈകൊട്ടിയിട്ട് ചിരിച്ചു. അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് ഒരുപാട് മന്ത്രിമാരുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. ആ അർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാൻ ഈ കുട്ടികളെ, മനുഷ്യക്കടത്തല്ല, ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഇത് വേറൊരു രാജ്യത്തേക്കല്ല പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ വിസയും പാസ്പോർട്ടൊന്നും ആവശ്യമില്ല. ആർക്കും ബസ് കയറി വരാവുന്നേ ഉള്ളൂ. ഏത് സ്ഥാപനത്തിലും. എനിക്ക് ഈ പള്ളിയുടെ പിന്നിൽ ഒരു ഉന്തുവണ്ടി കുപ്പിയും പാട്ടൊക്കെ പെറുക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുണ്ട്. ആ സ്ത്രീ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാനിവിടെ 2-3 അനാഥാലയങ്ങളിൽ ചെന്നു. ഒരു അനാഥാലയം എടുത്തില്ല. എടുക്കാൻ പറ്റില്ല, രേഖ വേണം. ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഈ കുട്ടി ഇവർക്ക് എന്ത് രേഖയാണുള്ളത്. അവസാനം തൊഴിയൂര് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ആ കുട്ടികളെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയമുണ്ട്, കാരണം എന്തും സംഭവിക്കാം, എങ്കിലും നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുട്ടികളുടെ
ദൈന്യതയോർത്ത് ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടെ അവർ വിളിക്കും, സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടുന്ന് അധികൃതർ വിളിക്കും. പക്ഷെ അൽഹംദുലില്ലാ ആ കുട്ടികൾ 4-5 വർഷം മുമ്പാണ് ഇപ്പൊക്കെ പഠിച്ച ഒരു പൂർത്തീകരിച്ചു. ഞാൻ പറയുന്നത് അത്രമേൽ ഭീകരമാണ്. ഈ കുട്ടികൾ പഠിക്കണമെങ്കിൽ കൃത്യമായ രേഖയില്ലാതെ പഠിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഈ അർത്ഥത്തിലുള്ള ചില നൂലാമാലകൾ, ചില നിയമങ്ങൾ വെച്ചതുകൊണ്ട് ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല. ഈ കുട്ടികൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല. ഇനി അത് പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, നിരക്ഷരരായി അലഞ്ഞുതിരിയുന്ന കുട്ടികൾ, അവരുടെ കാര്യം മാറ്റിവെക്കുക. ഇനി വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ അവസ്ഥയോ? ശിശുക്ഷേമ സഭ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തുവിടുകയുണ്ടായി. 16 ബൈക്ക് മോഷ്ടിച്ച ഒരു കള്ളൻ, അവന്റെ വയസ്സ് 17 10 മൊബൈൽ ഫോൺ വിറ്റു ഒരു പെൺകുട്ടി, അവളുടെ വയസ്സ് 15. 2 മക്കളുള്ള ഒരാളുടെ കൂടെ തന്നെ എനിക്ക് ഇറങ്ങിപ്പോകണമെന്ന് വാശി പിടിച്ചു ഒരു കൗമാരക്കാരി. പ്രണയം 90%. ഞാൻ ജുവനൈൽ ഹോമിൽ 2-4 തവണ അവിടുത്തെ ചെയർമാൻ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ ഇത്തരം ചെറിയ കുട്ടി കൊലയാളികളും കുട്ടി ക്രിമിനലുകളൊക്കെ ലാസ്റ്റ് ചെന്നെത്തുന്ന ഇടമാണ് ജുവനൈൽ ഹോം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് സന്ദർശിക്കേണ്ട ഇടമാണ്. വളരെ ദൈന്യത തോന്നും. കൃത്യമായ ഒരു ഗൈഡൻസോ, കൃത്യമായ എന്തെങ്കിലും പ്രിപ്പറേഷനോ, കൃത്യമായ അവർക്കുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ ഇവരെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു പണി അവിടെ നടക്കണില്ല. കുട്ടികളൊക്കെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അവിടെ ഒരു വാർഡനുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കും, പിന്നെ TV കാണും. ഈ TV-യിലുള്ള സിനിമകൾ 18,000 കൊലപാതകം ഒരു ദിവസം 1 മണിക്കൂർ TV കണ്ടാൽ ഒരു കുട്ടി വർഷത്തിൽ 18,000 കൊലപാതക സീന് കാണുന്നുണ്ടെന്നാണ്. കാമുകന്മാരുടെ ലീലാവിലാസങ്ങൾ പിന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കുട്ടി പിന്നെ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വളരെ ഗുരുതരമായ കുമളിയിൽ LKG-യിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. ആ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കൊലപാതകം ചെയ്തത്. വേറൊരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഒരു സഹപാഠിയെ മറ്റൊരുത്തൻ കൊന്നു. ഇംഗ്ലീഷ് സിനിമകളിലെ റാംബോ ഫിലിംസ് അതിന്റെ ആരാധകനായിരുന്നു ഈ കുട്ടി. ആ കുട്ടി കൊന്നതിലെന്നത് തന്റെ പേര് ടീച്ചർക്ക് പറഞ്ഞു കൊടുത്ത്, വർത്താനം പറഞ്ഞ പേര് എഴുതി വെക്കുമല്ലോ, പറഞ്ഞു കൊടുത്തത് ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. കുപ്പിച്ചില്ലുകൾ പണ്ട് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു. ഇന്ന് കുപ്പിച്ചില്ലുകൾ എന്നത് കുട്ടിയെ, തന്റെ സഹപാഠിയെ കൊല്ലാനുള്ള ആയുധമാണ് എന്ന് ഒരു സാഹിത്യകാരൻ പറഞ്ഞിരുന്നു. ഈ വിളപ്പൊട്ടൊക്കെ പണ്ട് കളിച്ചിരുന്നു. ഇന്ന് ആ കുട്ടികൾക്ക് അതൊന്നുമില്ല. കുട്ടികൾക്ക് ആ ഒരു ശിശു ദിനത്തിന്റെ കാരണം നെഹ്റുവിന്റെ ജന്മദിനം കൂടിയായതുകൊണ്ടാണ്. അദ്ദേഹം 10 വയസ്സുള്ള മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുണ്ട്. ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന് പറയുന്ന മനോഹരമായൊരു കൃതി. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെ മുഴുവൻ ഒന്നായി കാണാൻ, ഒരു കുടുംബമായി കാണാനും പ്രവർത്തിക്കാനും നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. മകൾക്കെടുക്കുന്ന വർത്തമാനങ്ങൾ കൊച്ചു വർത്തമാനങ്ങളല്ല. 10 വയസ്സുള്ള കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും വലിയ വർത്തമാനങ്ങളാണ്. എന്നാൽ കുട്ടികളുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആദ്യ അധ്യായങ്ങളിൽ അദ്ദേഹം ഈ പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയോട് ഇണങ്ങുവാനും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പഠിക്കുവാൻ. പണ്ടത്തെ വീടുകൾ ആ അർത്ഥത്തിൽ കോഴികളും മുയലും പക്ഷികളും പശുക്കളും ആടും ഒക്കെ നിറഞ്ഞതായിരുന്നു. കുട്ടികൾ ആ അർത്ഥത്തിൽ ഡൊമസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു എന്റർടൈൻമെന്റും ഇല്ല. ആകെ സ്കൂൾ വിട്ടു വന്ന വേഗം വാതിലടച്ചിട്ട് പിന്നെ ഈ ഗെയിമും പിന്നെ ഈ കാണുന്ന കൊലപാതകങ്ങളും മാത്രമേ ഉള്ളൂ. മുറ്റത്തേക്ക് കുട്ടി ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട്? ലോകത്തെ എല്ലാ പ്രവാചകന്മാരും ആടിനെ മേക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എന്തിനാണ് ചെയ്തത്? അതിൻ്റെ ഒക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നിങ്ങളുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങട്ടെ, അവർ മണ്ണുമായി ഇടപെടട്ടെ, അവർ വീട്ടിൽ വളർത്തുന്ന കിളികളെയും അത് തത്തയെയും പ്രാവിനെയും ഒക്കെ കണ്ട് അവരോട് സല്ലപിക്കട്ടെ. ചിത്രശലഭങ്ങളുടെ പിന്നാലെ നടന്ന, പൂമ്പാറ്റയുടെ പിറകെ നടന്ന, തുമ്പികളുടെ പിറകെ നടന്ന ഒരു കാലുണ്ടായിരുന്നു. ആ കാലത്തെ കുട്ടികൾ ഇത്ര ക്രിമിനലുകളായിട്ടില്ല. വളരെ ഗുരുതരമായ അവസ്ഥയിൽ നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അതിന്റെ കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ്. ഇത്രയധികം കുട്ടികളോട് ക്രൂരത കാണിച്ച ഉമ്മമാർ മുമ്പുണ്ടായിട്ടില്ല. ഉമ്മ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ വേണ്ടി രണ്ടാനച്ഛനോട് കൂട്ടുകൂടുന്ന, രണ്ടാനമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഭർത്താവ്, ഇങ്ങനെ ഇത്രമാൽ ക്രൂരമായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. വളരെ ഗുരുതരമായ അപജയം ഈ വിഷയത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനം, അൽസിമു ഔലാദക്കും, നിങ്ങൾ മക്കളുടെ കൂടെ നിങ്ങൾ പിടിച്ചു കെട്ടുക, നിങ്ങളെ പിടിച്ചു കെട്ടുക. നിങ്ങൾ ബിസിനസ് ആയിക്കോളൂ, നിങ്ങളുടെ അധ്യാപനം നിർവഹിച്ചോളൂ, നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ
വിലപ്പെട്ടുള്ളൂ. പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങൾ കെട്ടിയിടുക, അവരെ തലോടുക, അവരോട് സംസാരിക്കുക. വഹ്സിനു അദബഹും, അവരുടെ അദബ് നന്നാക്കുക, അവരുടെ സംസ്കരിക്കുക, അവരുടെ സ്വഭാവത്തെ നന്നാക്കുക, അവരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുക. വദിഉഹു മൗദിഅൻ ഹസന, അവരെ നല്ല അന്തരീക്ഷത്തിൽ അവരെ പാർപ്പിക്കുക, നല്ല സാഹചര്യത്തിൽ. ഡൊമസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നല്ല സാഹചര്യത്തിൽ. അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നോക്കുക. ഓരോരുത്തരുടെയും ഫ്രണ്ട്സ് സ്വന്തം അയൽവാസികൾ ഫ്രണ്ട്സ് അല്ല, മാമാടെ മക്കളും കുഞ്ഞുമാടെ മക്കളും ഒന്നുമല്ല ഫ്രണ്ട്സ്. ഫേസ്ബുക്കിൽ അവരുടെ ഫ്രണ്ട്സ് മുഴുവൻ മറ്റെവിടെയോ ഉള്ള സംസ്കാരമില്ലാത്ത കുറെ പിള്ളേരാണ്. അവർ അയച്ചു തരുന്നതാണ് ഇവൻ കാണുന്നത്, അവർ ഷെയർ ചെയ്യുന്നതാണ് ഇവൻ കാണുന്നത്. പിന്നെ അതിനപ്പുറം പിന്നെ അവൻ ലഭിക്കുന്നത് സ്കൂളിന്റെ സംസ്കാരമാണ്. സ്കൂളിൽ MS എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. MS എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. MS എടുക്കുന്ന അധ്യാപകർക്കും ഒരു രണ്ടാം നിലയിലാണ് അവിടുത്തെ മൊത്താധ്യാപകർ അവരെ കാണുക. അതിന്റെ കാരണം മൊത്താധ്യാപകരല്ല, MS എടുക്കുന്ന അധ്യാപകരുടെ നിലവാരത്തിനോ കുഴപ്പമുണ്ട്. കാരണം തോറ്റു തൊപ്പിയിടുന്നാണല്ലോ. ഇപ്പൊ തോറ്റൊന്നും ഇല്ലാത്തവരാണ് ഈ അറബിയൊക്കെ പഠിക്കുക. അവരുടെ സ്കൂളിൽ ഇപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങോ അവരുടെ സംസാരം ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് റെസ്പെക്ട് തോന്നേണ്ടവരോട്. അതിന്റെ പരിഹാരം എന്താ? ഇതിന്റെ പരിഹാരം നമ്മൾ നമ്മുടെ മക്കളെ ആ അർത്ഥത്തിൽ ഉയർന്ന സംസ്കാരമുള്ള നല്ല മക്കളായി ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെയും ദീനിനെയും ഖുർആനൊക്കെ പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് അത്തരം അധ്യാപകരും അത്തരം പണ്ഡിതന്മാരും അത്തരസ്ഥന്മാരൊക്കെ അപ്പൊ സമൂഹത്തിന് ആ സ്റ്റാറ്റസ് ആ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഈ അർത്ഥത്തിൽ നമ്മളാകെ സമാധാനം മദ്രസയിൽ പോകണില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് സ്കൂളിൽ കിട്ടുന്നതാണ്. പക്ഷെ സ്കൂളിൽ കിട്ടുന്നത് വളരെ വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, കേവലമായ ഒരു ചടങ്ങ് മാത്രമാണ്. കാരണം അത് സ്ഥാപനത്തിലേക്ക് ആളെ കിട്ടുമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാട്ടിക്കൂട്ടലുകൾ വേണമെന്ന് മാനേജ്മെന്റിനും താല്പര്യമുള്ളൂ. അതിനപ്പുറം വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ വളരെ ഗുരുതരമായ അപജയം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളെ വളരെ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട്. കുട്ടികളോടൊന്നിച്ച് നിങ്ങൾ കുട്ടികളാവുക. കുട്ടികളുടെ മുമ്പിൽ നീ നിന്റെ വാപ്പ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മാറ്റിവെക്കുക. നിന്റെ ആ ഒരു ഫാദറാണെന്ന മദറാണെന്ന കാഴ്ചപ്പാട് മാറ്റി കുട്ടിയുടെ മുമ്പിൽ നീ കൊച്ചുകുട്ടിയാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അർത്ഥത്തിൽ കുട്ടികളോട് കളിക്കാനും ചിരിക്കാനുമുള്ള സംവിധാനം വീട്ടിലില്ല. അവർ കാണുന്നതാണ് ആകട്ടെ ഇതാണ്. അവരുടെ സ്കൂളിൽ നിന്ന് അവർ അനുഭവിക്കുന്ന അവർക്ക് വഹിക്കാനാവുന്നതിലും ഇരട്ടിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകം എടുക്കുക. അതിൽ ഈ 20% ഒഴിച്ച് അത് വേണമെന്നുള്ള വേറെ 80% കുട്ടിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. വെറുതെ ഭാരം. ഈ ഭാരമൊക്കെ വെൻ യു ഓപ്പൺ എ സ്കൂൾ യു ക്ലോസ് എ പ്രിസൺ. ഈ ഒരു സ്കൂൾ തുറന്നാൽ ഒരു ജയിലടക്കാമെന്ന് കുറ്റകൃത്യ പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്കൂൾ തുറക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ജയിൽ കൂടി പണിയേണ്ട അപകടകരമായ വിദ്യാഭാസമായി മാറിയ ഒരു കാലമാണ് എന്ന് വിദ്യാഭ്യാസ വിചക്ഷണർ അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. വളരെ ഗുരുതരമായ അപജയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക്, പ്രവാചകന്റെ വർത്തമാനങ്ങളിലേക്ക് നമ്മൾ വരിക. മഹല്ലുകൾ, എല്ലാ മഹല്ലുകളിലും ഇങ്ങനെ ഒരു ശിശുദിനവും ഇങ്ങനെ ഒരു യൂത്ത് ദിനവും വനിതാ ദിനവും കൗമാര ദിനവും ഒക്കെ ഉണ്ടാവണം. കാരണം അന്നെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ, ആ ഒരു ദിനത്തിലെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ദിനങ്ങൾ അനുഷ്ഠിക്കാനും ആചരിക്കുവാനും ഒക്കെ ഓരോ മഹല്ലുകളും തയ്യാറാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലജ്ജാബോധമുള്ള, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള, ശാന്തശീലരായ, സൗമ്യ മനസ്കരായ, പുഞ്ചിരി തോകുന്ന മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم لعن أربعة خلفائه الراشدين أمير المؤمنين أبي بكر وعمر وعثمان وعلي رضي الله عنهم ورضوا عنه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫുതിഹ ലഹു മിൻകും ബാബു ദുആ ഫുതിഹത് ലഹു അബ്വാബു റഹ്മ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവൻ അള്ളാഹുവിന്റെ പ്രാർത്ഥനയുടെ വാതിൽ തുറക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ കാരുണ്യം തുറക്കുന്നു, അവനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം തുറക്കുന്നു. وما سئل الله شيئا أحب إليه من أن يسأل العافية. അള്ളാഹു അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ
അതായത് ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇറങ്ങിയ വിപത്തിൽ നിന്നും ഇനി ഇറങ്ങാനിരിക്കുന്ന വിപത്തിനും ഉപകാരം ചെയ്യും പ്രാർത്ഥന. അലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. രണ്ട് കുട്ടികളെ, ആക്സിഡന്റ് പറ്റിയ രണ്ട് കുട്ടികളെ ഞാൻ സന്ദർശിക്കേണ്ടായി കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിലെ രണ്ട് കുട്ടികളോട് ഞാൻ ചോദിച്ചു, വളരെ ഗുരുതരാവസ്ഥയിൽ മരണം വരെ സംഭവിക്കാവുന്നതായിരുന്നു. രണ്ട് കുട്ടികളും പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിച്ചു? രണ്ട് കുട്ടികളും പറഞ്ഞില്ല. ഒരുത്തനെ അറിയായിരുന്നു, എന്നോട് ചോദിച്ചു എന്താ പ്രാർത്ഥന, പറഞ്ഞു, പക്ഷെ ആ സമയത്ത് ചെല്ലിയില്ല. മറ്റേ കുട്ടിയും പറഞ്ഞില്ല. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഖുർആൻ പറഞ്ഞത് ആ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞതാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറുമ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നൂഹേ, ഇത് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു പ്രത്യേകം കൽപ്പിച്ചു. അത് വാഹനത്തിൽ കയറും ഏത് സമയത്തും നമ്മളെത്ര ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നിൽ നിന്ന് സൈഡിൽ നിന്ന് ഒക്കെ ഇടി വരാം, ടയർ പൊട്ടിത്തെറിക്കാം, ഒക്കെ സംഭവിക്കാം. ഒരു നെറ്റും ബോൾട്ടൊക്കെ കൊണ്ടാണ് ഇത് കെട്ടി വെച്ചിട്ടുള്ളത്, മുറുക്കി വെച്ചിട്ടുള്ളത്. ആ ടൈറ്റൊക്കെ പെട്ടെന്ന് ലൂസാകാം, അശ്രദ്ധ സംഭവിക്കാം, ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെടാം, ചിലപ്പോൾ തളർന്നു പോകാം, ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഇന്ന് ലോക പ്രമേഹ ദിനം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനമാണ്. ആരോഗ്യത്തിൽ പ്രമേഹരഹിതമായ ശരീരം വളരെ പ്രധാനമാണ്. ഡയബറ്റിക് എന്ന് പറയുന്നത് ശരീരത്തിന്റെ മൊത്തം നശിപ്പിക്കാൻ മാത്രം ഗുരുതരമായ ഒരു വിപത്താണ്. പലരും അത് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്നുണ്ട്. പിന്നെ ആദനബിക്ക് വരണം, ഇപ്പൊ പറയാം ആദനബി മുതലുണ്ടെന്ന്. പാരമ്പര്യം അതിലൊരു ഘടകം മാത്രമാണ്. വാപ്പാക്കുണ്ട് എന്നതുകൊണ്ട് നിർബന്ധമായും മക്കൾക്കുണ്ടാകുന്നൊന്നുമില്ല. അത് ഒരു ഘടകം മാത്രമാണ്. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഒന്ന് ജീവിത രീതിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിയിട്ടുണ്ട്. രണ്ടാമത്തത് ഭക്ഷണം എന്നതാണ്. ഭക്ഷണത്തിന്റെ ക്രമം അതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൈദയുടെ ഉപയോഗം, ഈ ബേക്കറി ഐറ്റംസും അതുപോലെ അലോക്സൻ ചേർത്താണ് മൈദ ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന കൃത്രിമമായ സാധനമാണ്, അല്ലാണ്ട് ഗോതമ്പ് പൊടിയല്ല. അത് ഗോതമ്പിന്റെ ഫൈബറും അതുപോലെ അതിന്റെ റവ കുറെ പോകും, ആട്ട പോകും, ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റാണ്. ഈ പശയാണ് ഈ മൈദ വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളയരിക്ക് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന അലോക്സൻ ചേർത്താണ് അത്ര ഇത് വെളുപ്പിക്കുന്നത്, നൈസാക്കുന്നത്. ഈ സാധനം വ്യാപകമായി പൊറോട്ടയും പപ്സും ഒക്കെ ആയിട്ട് വ്യാപകമായി നമ്മൾ കഴിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ടേസ്റ്റിന് വേണ്ടിയോ രുചിക്ക് വേണ്ടിയോ കഴിച്ചു എന്നല്ല, അതൊരു സ്ഥിരം സ്വഭാവമാക്കുമ്പോൾ അത് കാരണങ്ങളിലൊന്നായി പറയുന്ന ഒരു കാരണമാണ് ഭക്ഷണ രീതി. അതുപോലെ ധാരാളമായി മീനും ഇറച്ചിയും ഒക്കെ കഴിക്കുക, തീരെ 4 വയറ്റിലേക്ക് ചെല്ലുന്നില്ല, പച്ചക്കറികൾ കഴിക്കുന്നില്ല. അപ്പൊ അതിന് പറയുന്ന കാരണം എന്താ വെച്ചാൽ പച്ചക്കറിനേക്കാളും വിഷമാണ്. പച്ചക്കറി ഒരു അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഒക്കെ ഇട്ട് വെച്ചാൽ ഒരുവിധമൊക്കെ ശുദ്ധീകരിക്കപ്പെടും. പിന്നെ ബാക്കിയുള്ളത് ശരീരം തന്നെ, ശരീരം വേസ്റ്റ് ഈ വിഷമൊക്കെ ശുദ്ധീകരിക്കാൻ മാത്രം കഴിവുള്ളതാണ്. അത് അമിതമാകുമ്പോഴാണ് മരണമൊക്കെ സംഭവിക്കുള്ളൂ. വ്യായാമമില്ലായ്മ വളരെ പ്രധാനമാണ്. വ്യായാമം ഇല്ലാത്ത അവസ്ഥകൾ. പിന്നെ അതുപോലെ മാനസിക സമ്മർദ്ദം, ഈ ഡിപ്രഷൻ, ടെൻഷൻ. നിസ്കരിച്ചാൽ മാറുന്നേ ഉള്ളൂ, നിസ്കരിച്ചിട്ട് കാര്യമില്ല. നരകത്തി പോകുന്ന ഖുർആൻ പറയുന്നത് നിസ്കാരം പോലെ ആകണം. വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല. അതിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഫാത്തിഹയുടെ അർത്ഥമൊക്കെ പഠിച്ച് സുജൂദിന് റുക്കുയിലൊക്കെ ചെല്ലുന്നതിന്റെ അർത്ഥമൊക്കെ പഠിച്ച് അങ്ങനെ നിസ്കരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പൊ മനസ്സിന് സമാധാനം ഉണ്ടാവും. അല്ലാണ്ട് തലകുത്തി പറഞ്ഞുകൊണ്ട് എന്താ കിട്ടാത്ത സമാധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നീ നിസ്കാരമല്ല ധിക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വൈലുലിൽ മുസല്ലീൻ, നിസ്കാരക്കാരൊക്കെ നരകത്തിലാണെന്ന് പറയാൻ കാരണം. അമിത ഉറക്കം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രാത്രിയും വൈകി ഉറങ്ങുന്നു, അലസമായിട്ടുള്ള ഉറക്കം, പിന്നെ പകലും കിടന്നുറങ്ങുക. അപ്പൊ അമിതമായ ഉറക്കം ഇതിന് കാരണമാകുന്നു. എന്നും പ്രാർത്ഥിക്കുക, അല്ലാഹുവേ അശ്രദ്ധമായി കിടന്നുറങ്ങുന്നവരിൽ നിന്ന് നീ എന്നെ ഉണർത്തേണമേ എന്ന്. ഇതിന്റെ സിംറ്റംസ് ചിലത് പറയുന്നത് ഒന്ന് അമിത ദാഹം തോന്നുക, അമിതമായി വിശപ്പ് തോന്നുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, ശരീരം വെറുതെ ആവശ്യമില്ലാതെ മെലിയുക, ക്ഷീണം തോന്നുക. പിന്നൊരു കാരണമാണ് ശുചിത്വമില്ലായ്മ. അതൊക്കെ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സിംറ്റംസ് പലർക്കും അറിയാം. എങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ്. കാരണം ആരോഗ്യമില്ലെങ്കിൽ നിസ്കാരം ഉണ്ടാവില്ല, പാടും സ്നേഹം ഉണ്ടാവില്ല, ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല, ഒരു രോഗിയായി കഴിഞ്ഞാൽ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, അള്ളാഹുവിനെ തന്നെ വെറുത്തു പോകും രോഗിയായി കഴിഞ്ഞാൽ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ രോഗങ്ങളിലും നമുക്ക് ശിഫയും ശമനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള ശരീരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യമുള്ള ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
ടെൻഷനും ഡിപ്രഷനും മാനസിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി പുഞ്ചിരിയോടുകൂടി ധീരമായി ആരോഗ്യത്തോടുകൂടി എല്ലാ ദിവസവും ചുറുചുറുക്കോടുകൂടി എണീക്കുവാനും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാനും അല്ലാഹു നമ്മെ